നമ്മളെ കൂടെ ഉള്ളത് MT അബ്ദുൽ ലത്തീഫാണ്. അദ്ദേഹം മലപ്പുറം ജില്ലയിലാണ്. പക്ഷെ അദ്ദേഹം വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് ഉത്തർപ്രദേശിലെ ഷാമിലി ജില്ലയിലുള്ള കാന്തല എന്ന പ്രദേശത്താണ്. ഇവിടുന്നാണ് അദ്ദേഹം വിവാഹം പോലും കഴിച്ചിട്ടുള്ളത്. അതും ശരിക്കും ഇദ്ദേഹം ഒരു മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു ഉത്തർപ്രദേശുകാരനായിട്ട് മാറിയ ഒരാളാണ്. മലയാളി എന്ന നിലക്ക് നമുക്കൊരു അഭിമാനമുണ്ട് ഇവിടെ ഉത്തർപ്രദേശിൽ നിന്ന് വന്നിട്ടൊരു ഇവിടെ ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്തുക എന്നുള്ളത്. അപ്പം ലത്തീഫ് സാഹിബ് എന്താണ് നിങ്ങളുടെ ഒരു കാര്യം വിശദീകരിക്കും? ബേസിക്കലി നിങ്ങളറിയാലോ, ചെമ്മാട്ടില് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആണ്. പഠിച്ചിറങ്ങിയ ഹുദവിയാണ്. അതിനുശേഷം പിന്നെ 2 വർഷത്തെ ഒരു മാസ്റ്റേഴ്സ് കോഴ്സ് ഉണ്ട്, സോഷ്യൽ വർക്ക് MSW എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ദാറുൽഹുദയില് ഈ ഒരു 12 വർഷത്തെ കാലയളവിൽ നമുക്ക് തരുന്ന ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത്, നമ്മളൊരു മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ളതാണ്. ഓരോ ആളുകൾക്കും ഓരോ ആലിമിനും ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റി. അപ്പൊ അതെന്നാണ് ഈ ഒരു ഇത് വരുന്നത്. ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യമുള്ള ഒരു സമയത്ത് എന്തെങ്കിലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് MSW ചെയ്യുന്നത്. MSW ചെയ്ത് കുറച്ചു കാലം ഞാൻ പാണക്കാട് മുനവറിൽ തങ്ങളെ കൂടെയായിരുന്നു. ഒരു ഗ്രാമീൺ ദോസ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെസ്റ്റ് ബംഗാളിലുള്ള ഒരു പ്രോജക്റ്റിലായിരുന്നു. അങ്ങനെ അത് കുറച്ചു കാലം ചില ബുദ്ധിമുട്ട് കാരണം അത് വിഡ്രോ ചെയ്ത് അങ്ങനെ കുറച്ചു കാലം എടപ്പാള് റൈഹാൻ ഐ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ PRO കം അഡ്മിൻ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് 2013 വിഷയമാണിത്. 2013 ആ ഒരു സമയത്താണ് ഇവിടെ കലാപം നടക്കുന്നതും മുസഫർ നഗറില്. അങ്ങനെ നമ്മുടെ അവർ ഇന്ത്യ ഫൗണ്ടേഷന്റെ ഒരു അഡ്വൈസറി മെമ്പറായിട്ട് സുബൈർ ഉദവി ചേകന്നൂർ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ബീഹാറിലുള്ള നമ്മളെ ബീഹാറിലെ കുർത്തുബ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരാണ്. അവർ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കാണുകയും അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് എന്നുള്ളത്. എടപ്പാളില് അപ്പൊ കാരണം എന്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിച്ചില്ല ജോലി, അതിന്റെ ഒരു ട്രെയിനിങ്ങും അതിന്റെ ഒരു എക്സ്പോഷറാണ് കിട്ടിയിട്ടുള്ളത്. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് വേറെ തന്നെ സെറ്റപ്പ് ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് സുബൈർ ഉസ്താദ് എന്നോട് പറയുന്നത്, ഇങ്ങനെ ഒരു അവർ ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO രൂപീകരിച്ചിട്ടുണ്ട്. മെയിൻലി ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ആണ്. ഈ ഒരു പോസ്റ്റ് റൈറ്റ് ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ട് പഠിച്ച് അവിടെ ഗ്രൗണ്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അപ്പോൾ അതിനെ കുറിച്ചിട്ട് പഠിക്കാനോ ഇംപ്ലിമെന്റ് ചെയ്യാനോ ഒരു പ്രോജക്റ്റ് കോർഡിനേറ്റർ ആവശ്യമുണ്ട്. ലത്തീഫ് ആകുമ്പോൾ അത്യാവശ്യം ഒരു ദീനി ബാക്ക്ഗ്രൗണ്ട് സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച ആളുമാണ്. പിന്നെ ഭാഷയിൽ തന്നെ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ആൻഡമാൻ നിക്കോബാറിലുള്ള ആളും കൂടിയാണ്. അതായത് ആൻഡമാൻ നിക്കോബാറിലാണ് ജനിച്ചത്. പക്ഷെ സുനാമിക്ക് ശേഷം പിന്നെ അവിടെ ഇവിടുന്ന് അന്ന് നാട് കടത്തിയ കുടുംബം, അതായത് എന്റെ ഉപ്പാട് കുടുംബമല്ല, ഉമ്മാടെ കുടുംബം 1922 മലബാർ കലാപത്തിന് അങ്ങനെ എക്സൈൽ ചെയ്ത് അങ്ങനെ എത്തിയ ഫാമിലിയാണ്. വാപ്പ പോകുന്നത് 1971 നമ്മളെ ദാറുൽഹുദാത്തിന്റെ റെസീവറായിട്ട് മാനൂസിയർ അയക്കുന്നതാണ്. അങ്ങനെ കല്യാണം കഴിച്ച് അവിടെയാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. പിന്നെ 10ാമത്തെ വയസ്സിലാണ് ദാറുൽഹുദ വരുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദി എനിക്ക് പണ്ടേ ഹിന്ദി ഉറുദു എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ക്യാമ്പസിൽ ഞാൻ ദാറുൽഹുദയിൽ പഠിച്ചപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് എത്തുന്നത്. എന്തൊക്കെയാണ് ഈ അവർ ഇന്ത്യ ഫൗണ്ടേഷന്റെ ഒരു ആക്ടിവിറ്റീസ്? 2014 മുതൽ 2025 വരെ അവർ ഇന്ത്യ ഫൗണ്ടേഷന്റെ മെയിൻ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മെയിൻ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ലൈവ്ലിഹുഡ്, ഈ ഒരു 3 സെക്ടറാണ്. പക്ഷെ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്ക് നമുക്ക് അതല്ലാതെ തന്നെ ഒരുപാട് ആളുകൾ പോവർട്ടിയുമായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ കാണുകയും അടിയന്തരമായിട്ട് ഇടപെടണം എന്ന് തോന്നുകയും അങ്ങനെ ഈ ഒരു എഡ്യൂക്കേഷൻ, ഹെൽത്ത് അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് എന്ന് പറയുന്ന ഒരു സസ്റ്റൈനബിൾ സാധനമാണെങ്കിലും അതിൻ്റെ ഒരു റിസൾട്ടിന് അല്ലെങ്കിൽ ഇമ്പാക്റ്റിന് അത്യാവശ്യം സമയം പിടിക്കും. പക്ഷെ അതല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇടപെടേണ്ട ചില മേഖലകൾ നമ്മൾ കണ്ടെത്തുകയും അങ്ങനെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോ പ്രോജക്റ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് നമ്മൾ പറയുന്ന ഔട്ട്റീച്ച് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഏരിയ ഓഫ് ഫങ്ഷൻസ് മെയിൻ ആയിട്ട് ഈ ഷാംലി ജില്ല തന്നെയാണ്. പക്ഷെ അതിപ്പോ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഏകദേശം നമ്മൾ എല്ലാ ഏരിയകളും കവർ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഏരിയ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് മേവാത്തില്, അതേപോലെ തന്നെ ഈസ്റ്റ് ഭാഗത്ത് ലഖീംപൂർ ഖീരി, ഷാജഹാൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കൊക്കെ ആളുകൾ നമ്മൾ അപ്രോച്ച് ചെയ്ത് തുടങ്ങും. നമ്മൾ അവിടെ പോയി കാണുകയും ഡിസേർവിംഗ് ആണെങ്കിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഈ ആളെ കണ്ടെത്താൻ വേണ്ടി
ഒരു ഡിസർവിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ടാൽ മതി, എന്തെങ്കിലും സർവേ അങ്ങനെ എന്തെങ്കിലും നടത്തി? നമ്മൾ സർവേ അല്ല, നമ്മൾ ആദ്യത്തെ 2 വർഷങ്ങളിൽ നമുക്ക് സർവേ ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ കൂടുതൽ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാൻ വേണ്ടി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില സിറ്റുവേഷൻസ്, ചില സ്റ്റോറികൾ, ചില ആളുകളെ പരിചയപ്പെടുകയും ചെയ്യും. അപ്പം അത് സാധിപ്പിച്ചു കൊടുക്കും. അങ്ങനെ പിന്നെ ആളുകൾ അറിഞ്ഞു തുടങ്ങി അവർ ഇന്ത്യ ഫൗണ്ടേഷൻ വേറുള്ള ഒരുപാട് ഹ്യൂമാനിറ്റേറിയൻ കാര്യങ്ങളൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ആളുകൾ ഇങ്ങനെ ഈ ബുദ്ധിമുട്ട് ഇവർ ഇടപെടുന്നുണ്ട് എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ നമ്മളെ തേടി വരും, നമ്മൾ ഓഫീസിലേക്ക് വന്നാൽ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒന്നുകിൽ ഞാനാണ് കൂടുതൽ സാധാരണ ഗ്രൗണ്ടിൽ പോകാറ്. ഗ്രൗണ്ടിൽ പോയിട്ട് സിറ്റുവേഷൻ പഠിക്കുന്നു, റിപ്പോർട്ട് ഉണ്ടാക്കുന്നു, അതിൻ്റെ ബേസിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നമുക്കുള്ള ഒരു സേഫ് ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റ് ഉണ്ട്. അതായത് അതിനകത്ത് കുടിവെള്ള പദ്ധതി നമുക്ക് പറയാം. നമ്മൾ ഓരോ പ്രോജക്റ്റിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പേര് ആബ് ഡ്രിങ്കിങ് വാട്ടർ എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 2014 മുതൽ 25 വരെ നമ്മൾ 136 കോയൽ കിണറുകൾ, ഒരു കോയൽ കിണറിന് ഏകദേശം 35,000 സ്പോൺസർ ചെയ്യുന്നതാണ്. അപ്പം 35,000 to 40,000 അടിയിലാണ് ഇതിന്റെ എക്സ്പെൻസ് വരുന്നത്. 240 അടിയിലാണ് വാട്ടർ ലെവലിലാണ് ഈ വെള്ളം സേഫ് ഡ്രിങ്കിങ് വാട്ടർ വരുന്നത്. 60 അടിയിൽ ഉണ്ടെങ്കിലും അതിലൊരു സൾഫർ കണ്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുടിക്കാൻ പറ്റില്ല വെള്ളം. അപ്പം അത് അൽഹംദുലില്ലാ ഏകദേശം 136 കോയൽ കിണർ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു കോയൽ കിണറിൽ ഏകദേശം ഒരു 25 to 40 ഫാമിലി ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ പ്രോജക്റ്റ് സഹാറ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ്. സഹാറ പ്രോജക്റ്റിനകത്ത് നമ്മൾ ചെയ്യുന്നത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് എയ്ഡുകളാണ്. അതായത് റംലാൻ ആവുമ്പോഴേക്ക് ഫുഡ് കിറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതുവരെ നമ്മൾ ഏകദേശം 12,500ഓളം നമ്മൾ കിറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നൊന്നുള്ളത് ഒരു ഇസ്മത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് ടോയ്ലറ്റ് പ്രോജക്റ്റ്. അതായത് ഈ ഓപ്പൺ എയറിൽ ഡെഫിസിറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെ പിന്നെ നമ്മൾ ഏതൊക്കെ വീട്ടിലാണോ ഇല്ലാത്ത അങ്ങനെ വീടുകളിലേക്ക് നമ്മൾ ചെറിയ ഒരു ബാത്റൂം സെറ്റപ്പ് ഹൗസിംഗ് അതേപോലത്തെ ഇൻഹൗസ് പ്രോജക്റ്റ്. അപ്പം പക്ഷേ മോദി 2016 ശേഷം ഈ ഒരു സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞ മിഷന് വളരെ വ്യാപകമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ അത് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ നമ്മൾ അതിൽ നിന്ന് നല്ല പിന്മാറാൻ അതിന്റെ ആവശ്യമില്ല. കാരണം ജസ്റ്റ് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ. നമ്മള് ഇവിടെ കാന്തല ബ്ലോക്കിലുള്ള സെക്രട്ടറി നമ്മളെ പരിചയത്തിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും, അവരുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. പക്ഷെ അവർ ഇന്ത്യ ഫൗണ്ടേഷന്റെ കീഴിൽ ഏകദേശം 79 ടോയ്ലറ്റുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രോജക്റ്റ് ആണ് നമുക്ക് ഇനായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. പ്രോജക്റ്റ് ഓഫ് കൈൻഡ്നെസ് എന്നൊക്കെ പറയാം. അതിൻ്റെ കീഴിൽ ഒരുപാടുണ്ട്. അതിനകത്ത് ഓർഫൻ കെയർ ഉണ്ട്, അതിനകത്ത് ബ്ലാങ്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതിനകത്ത് ഫിനാൻഷ്യൽ എയ്ഡ് ടു ദ വിഡോസ് അല്ലെങ്കിൽ ബെഡ് റിഡൻ പേഷ്യൻ്റ്, അങ്ങനെ ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഈ പ്രോജക്റ്റിൻ്റെ കീഴിൽ വരുന്നത്. അപ്പം ബ്ലാങ്കറ്റ് എല്ലാ വർഷം ഈ വിന്റർ സമയമാകുമ്പോഴേക്ക് നമ്മൾ ബ്ലാങ്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ആവശ്യം വരുന്നത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്വെറ്റർ. എല്ലാ വർഷവും ഒരു സീസണിൽ ഏകദേശം 2,000-2,500 ബ്ലാങ്കറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രോജക്റ്റിൻ്റെ പേരാണ് ആഷിയാന എന്ന് പറയുന്ന ഷെൽട്ടർ പ്രോജക്റ്റ്. വീടുണ്ടാക്കി കൊടുക്കുക. ചില എത്ര വീടുകളുണ്ടാക്കി? നമ്മൾ ഇതുവരെ 42 വീടുകളാണ്. ഇന്നിപ്പോ നമ്മളൊരു ചെറിയൊരു വീട് ഇപ്പൊ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ട് വരുന്നത്. അപ്പം ആവറേജ് എത്ര? ഒരു വീടിന്റെ എക്സ്പെൻസ് നമ്മൾ കാണുന്നത് 2 to 2.5 ലക്ഷം മാക്സിമം. ഇൻക്ലൂഡിംഗ് ലാൻഡ് അല്ല, ലാൻഡ് അവർ തന്നെ ആയിരിക്കും. നമ്മൾ 2 to 2.5 ലക്ഷം വരെയുള്ള ഒരു ചെറിയൊരു ബഡ്ജറ്റ് കൊണ്ടാണ് നമ്മൾ വീടുണ്ടാക്കി കൊടുക്കുന്നത്. ആ വീടിനകത്ത് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് മിനിമം 2 റൂം ഉണ്ടാവും, പിന്നെ ഒരു കിച്ചൺ ഉണ്ടാവും, ഒരു ബാത്റൂം ഉണ്ടാവും, പിന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ടാവും. അങ്ങനെ ഈ ഒരു ചെറിയൊരു ഫെസിലിറ്റി ഉള്ള ആളുകൾ. ഇതിൻ്റെ ഡിസേർവിങ് നമ്മൾ ബെനിഫിഷ്യറീസിനെ കണ്ടെത്തുന്നത് ഒന്നെങ്കിൽ വിഡോസ് ആയിരിക്കും, വീടില്ല, അതല്ലെങ്കിൽ ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യന്റ് ഉണ്ടാവും. അതായത് വല്ല ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് ചികിത്സക്ക് വേണ്ടിയിട്ട് സ്വന്തം പ്രോപ്പർട്ടി വിറ്റ് ചികിത്സ ചെയ്ത് പിന്നെ അവസാനം വീടൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ കണ്ടെത്തിയിട്ട് കൊടുക്കുന്നത്. പിന്നെ പ്രോജക്ട് വേറെ റാഹത്ത് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഉണ്ട്. റാഹത്ത് ഫുഡ് പ്രോജക്റ്റിനകത്ത് കൊടുക്കുന്ന എല്ലാ റമദാൻ മാസം ആകുമ്പോഴേക്ക് 1 മാസത്തേക്കുള്ള അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നതാണ്. കൂടുതലായിട്ടും വരുന്ന റമദാൻ മാസമാണ്. എല്ലാ മാസം നമ്മൾ കൊടുക്കുന്നില്ല. റമദാൻ മാസം ഒരു ഫാമിലിക്ക് 1 മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ, ഒരു കിറ്റ് ഏകദേശം ഒരു 30 കിലോ ഉണ്ടാവും.
20 ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു ബാഗാണ്. അത് ഏകദേശം 12,500 കിറ്റ് ഇതുവരെ നമ്മൾ 2014 മുതൽ നമ്മൾ കൊടുത്ത് എല്ലാ വർഷം കൊടുക്കും. റമദാൻ അപ്പൊ ഇത്രയും പ്രൊജക്ടുകളാണ് ഇപ്പം നമുക്ക് മെയിൻ ആയിട്ട് ഇനിയിപ്പോ ഫ്യൂച്ചറായിട്ട് എന്തൊക്കെ? ഫ്യൂച്ചറിനകത്ത് നമ്മള് ഇത് അവരിന്റെ ഫൗണ്ടേഷന്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒന്നുകൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഇങ്ങനെയുള്ള മേഖലയിലാണ് ഒന്നുകൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ വേറെ ഇവിടെ നമ്മളൊരു സർവേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മദ്രസ സർവേ. ആ മദ്രസ സർവേയിൽ 152 മദ്രസകളാണ് കവർ ചെയ്തത്. ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം പ്രൈമറി സ്കൂളുകൾ ഇല്ല എന്നുള്ളതാണ്. പ്രൈമറി സ്കൂളുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഗവൺമെൻറ് സ്കൂളുകളാണ്, പഠനം കുറവാണ്. അപ്പോൾ അടുത്ത പ്രോജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്രസ ഇൻ്റർവെൻഷൻ പ്രോഗ്രാംസ് ആണ്. മദ്രസയിൽ തന്നെ ചെറിയ പ്രൈമറി സ്കൂളുകൾ തുടങ്ങുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2 സ്കൂൾ ഇപ്പോൾ തുടങ്ങി. ഇനിയും വരുന്ന വർഷങ്ങളിൽ നമ്മൾ ഇതേപോലെ ഒരു ചുരുങ്ങിയത് ഒരു 100 പ്രൈമറി സ്കൂളുകൾ തുടങ്ങാനൊരു പ്ലാനാണുള്ളത്. അപ്പം നന്ദി പ്രസ് കോൺഫറൻസിനോട് ഇത്രയും സംസാരിച്ചത്. നമ്മുടെ UP-യെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മലയാളികൾക്ക് വളരെ അഭിമാനിക്കാൻ പറ്റുന്ന കുറേ വിവരങ്ങളാണ് ലത്തീഫ് തന്നിരിക്കുന്നത്. എല്ലാ നമ്മുടെ പ്രസ് കോൺഫറൻസിന്റെ എല്ലാം നന്ദിയും രേഖപ്പെടുത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.